പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീടുകളിൽ ഇ ഡി റെയ്ഡ് പുരോഗമിക്കുകയാണ്. റെയ്ഡ് ഇപ്പോൾ 3-ാം മണിക്കൂറിലേക്ക് കടക്കുന്നു എന്നാണ് ഏറ്റവും പുതിയ വിവരം. CMRL എക്സാലോജി കേസുമായി ബന്ധപ്പെട്ടാണ് നടപടി ഉണ്ടാകുന്നത്. 12 ഇടങ്ങളിൽ ഇതടക്കം പരിശോധനയുണ്ട്. ഈ റെയ്ഡ് നടക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ 3-ാമത്തെ മണിക്കൂർ രാവിലെ 6 മണിക്കാണ് റെയ്ഡ് നടപടികൾ ആരംഭിച്ചത്. ആരെയും അറിയിക്കാതെ അതീവ രഹസ്യമായി റെയ്ഡ് തുടങ്ങുകയായിരുന്നു. വി അരുൺ, ഡാനി പോൾ എന്നിവർ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം അരുണിലേക്ക്. അരുണ്, 3-ാം മണിക്കൂറിലേക്ക് റെയ്ഡ് പുരോഗമിക്കുകയാണ്. നമുക്ക് കേന്ദ്ര സേനാ ജീവനക്കാരെ ദൃശ്യങ്ങളിൽ കാണാം. എത്ര ഉദ്യോഗസ്ഥർ അകത്തുണ്ട്? മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? മറ്റൊരു ഫ്ളാറ്റ് കേന്ദ്രീകരിച്ചും റെയ്ഡ് പുരോഗമിക്കുന്നു എന്ന വിവരമുണ്ട്. എന്താണ് ഏറ്റവും പുതിയ കാര്യങ്ങൾ? രഞ്ജിത്ത്, മുൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ പ്രതിപക്ഷ പിണറായി വിജയന്റെ വസതിയിൽ അദ്ദേഹത്തിന്റെ മകൾക്കെതിരെയുള്ള അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വീണ വിജയനുമായി ബന്ധപ്പെട്ട 12 കേന്ദ്രങ്ങളിൽ പരിശോധന നടക്കുകയാണ്. ഈ ബേക്കറി ജംഗ്ഷനിലെ വസതിയിലാണ് വീണ വിജയൻ ഉള്ളത്. ഏതാണ്ട് 2 ആഴ്ച മുമ്പാണ് പിണറായി വിജയൻ ഇവിടേക്ക് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ ശേഷം താമസം മാറിയത്. ആ വീട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട റെയ്ഡ് കേന്ദ്രം. മറ്റത് പിണറായിയുടെ അദ്ദേഹത്തിന്റെ പിണറായിലുള്ള വീട്, മുഹമ്മദ് റിയാസിന്റെ ബേപ്പൂരിലെ കോട്ടുള്ളിയിലെ വീട്, എക്സാലോജിക്കിന്റെ ബംഗളൂരുവിലെ ഓഫീസ് തുടങ്ങി 12 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന നടക്കുന്നത്. മാസപ്പെട്ടി കേസുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് നേരത്തെ വീണ വിജയനെതിരെ ഉണ്ടായിരുന്നത്. ഇന്നലെ ഈ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാമെന്ന സുപ്രധാന വിധി കേരള ഹൈക്കോടതി നൽകിയിരുന്നു. തടസ്സമില്ല, അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന തടസ്സമില്ല എന്ന സുപ്രധാന വിധി കേരള ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു മിന്നൽ നീക്കം എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 6:30 കൂടിയാണ് അന്വേഷണ സംഘം ഇവിടെ എത്തുന്നത്. ആ സമയത്ത് പിണറായി വിജയൻ വീട്ടിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റു കുടുംബാംഗങ്ങളും അവിടെ ഉണ്ടായിരുന്നു. മുഹമ്മദ് റിയാസ് ഈ വീട്ടിൽ ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. അവിടെ ഇതുമായി ബന്ധപ്പെട്ട നിർണായക പരിശോധനയാണ് നടക്കുന്നത്. മാസപ്പടിയുമായി ബന്ധപ്പെട്ട നിർണായക പരിശോധന നടക്കുന്നത്. സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് വീണ വിജയന്റെ അടക്കം ബാങ്ക് അക്കൗണ്ട് ഉൾപ്പെടെയുള്ളവ പരിശോധിക്കുമെന്ന ഉറപ്പാണ്. ഏത് സാഹചര്യത്തിലാണ് 1.72 കോടി രൂപ വീണ വിജയന് CMRL നൽകിയത്, എന്ത് സേവനം നൽകിയതിനാണ്, ചെയ്യാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന ആരോപണമാണ് വീണ വിജയനെതിരെ ഉള്ളത്. പ്രതിഫലം കൈപ്പറ്റിയെന്ന ആരോപണമാണ് വീണ വിജയനെതിരെ ഉള്ളത്. അങ്ങനെ വീണ വിജയന് ഈ 1.72 കോടി രൂപ നൽകാൻ കാരണം അത് വീണ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് നൽകേണ്ട പണം വീണ വിജയനിലൂടെ ഒരു കൈക്കൂലിയായി നൽകുകയായിരുന്നു. അവിടെ അഴിമതി പണമാണ് എന്ന ആരോപണമാണ്, സംശയമാണ് അന്വേഷണ സംഘത്തിനുള്ളത്, കേന്ദ്ര ഏജൻസികൾക്കുള്ളത്. അതുതന്നെയാണ് രാഷ്ട്രീയ ആരോപണമായി BJP അതുപോലെ തന്നെ കോൺഗ്രസ് കേന്ദ്രങ്ങൾ ആദ്യഘട്ടം മുതൽ ഉന്നയിക്കുന്നത്. എന്നാൽ ചെയ്ത ജോലിക്ക് കൃത്യമായി പ്രതിഫലം വാങ്ങിയതിനപ്പുറത്തേക്ക് ഒന്നും നടന്നിട്ടില്ല എന്ന ഒരു വിലയിരുത്തലാണ് ആദ്യഘട്ടം മുതൽ CPM-ഉം മുഖ്യമന്ത്രിയും ഒക്കെ സ്വീകരിക്കുന്നത്. വീണ വിജയനിലേക്ക് ഈ അന്വേഷണം എത്താൻ കാരണം അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ടാണ്. അതുവഴി അന്വേഷണം പിണറായിലേക്ക് എത്തിക്കാനാണ് ശ്രമമാണ് കേന്ദ്ര ഏജൻസികൾ നടത്തുന്നത്. തീർത്തും രാഷ്ട്രീയ പ്രേരിതമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയുള്ള നീക്കമെന്നാണ് ആദ്യഘട്ടം മുതൽ CPM നേതാക്കൾ ഇതിനെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തേക്കൊരു നീക്കം നടന്നിട്ടില്ല, ഏതെങ്കിലും തരത്തിൽ വീണ വിജയൻ തെറ്റായി പണം സമ്പാദിച്ചിട്ടില്ല എന്ന വാദമാണ് ആദ്യഘട്ടം മുതൽ CPM മുന്നോട്ട് വയ്ക്കുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉണ്ടായേക്കും, അദ്ദേഹത്തെ വസതിയിലേക്ക് കേന്ദ്ര ഏജൻസികൾ കടന്നു വരുമെന്ന ഭീഷണി പലതവണ, അല്ലെങ്കിൽ അത്തരം മുന്നറിയിപ്പ് പലതവണ കോൺഗ്രസും BJP നൽകിയിരുന്നു. പക്ഷെ അന്നൊന്നും അത് ഉണ്ടായില്ല. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറി, തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഇടതു മുന്നണി നേരിട്ട് മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി മാറി അദ്ദേഹം കേരളത്തിലെ പ്രതിപക്ഷ നേതാവായി ചുമതലയേറ്റ തൊട്ടു പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ വാടക വീട്ടിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. അദ്ദേഹത്തിന്റെ വസതിയിലും പിണറായിലെ ധർമ്മട മണ്ഡലത്തിലെ പിണറായിലെ വസതിയിലുമൊക്കെ അന്വേഷണ സംഘമുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം തന്നെയാണ്. CPM-നെ മുൻ മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കുന്ന നീക്കം തന്നെയാണിത്. രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധിച്ച CPM നേതാക്കളാരും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ആരോടും ഇവിടെ എത്തേണ്ട എന്ന നിർദ്ദേശം പിണറായി നൽകിയതായും സൂചനയുണ്ട്. സംസ്ഥാന സമിതി അംഗം സജീവൻ അല്പസമയം മുമ്പ് ഇവിടെ എത്തിയിരുന്നു. അതല്ലാതെ
കാര്യമായി CPM-ന്റെ നേതാക്കളോ മറ്റ് പ്രവർത്തകരാരും ഇവിടെ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെയുണ്ട്, പിണറായിയുടെ സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെയുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള പ്രതിരോധവും CPM-ന്റെ ഭാഗത്ത് ഈ വിഷയത്തിൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും നേതാക്കൾ വാർത്താ സമ്മേളനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രതികരണങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുന്ന അപ്പുറത്തേക്ക് ഈ പരിശോധന തടയാനോ അല്ലെങ്കിൽ അത്തരമൊരു നീക്കവും CPM-ന്റെ ഭാഗത്ത് ഇവിടെ ഉണ്ടാകില്ല എന്ന ഉറപ്പാണ്. കാരണം മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലാണ് ആരോപണമുള്ളത്. അവിടെയാണ് അന്വേഷണം നടക്കുന്നത്. അവിടെ അത്തരത്തിൽ രാഷ്ട്രീയ പ്രതിരോധത്തിന് ഈ ഘട്ടത്തിൽ CPM ഇറങ്ങില്ല. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്ന കാലമാണ്. അന്വേഷണം നടക്കട്ടെ. കേന്ദ്ര ഏജൻസികൾ ഇനിയും വന്നുപോകും. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ CPM നേതാക്കൾ വ്യക്തമാക്കിയത് ഇനിയും ഇത്തരം അന്വേഷണ ഏജൻസികൾ വരുമെന്ന് ഞങ്ങൾക്കറിയാം. അത് നടക്കട്ടെ എന്ന നിലപാട് CPM പല ഘട്ടങ്ങളിലും സ്വീകരിച്ചതാണ്. അതിനപ്പുറത്തേക്കൊരു രാഷ്ട്രീയ പ്രതിരോധത്തിനപ്പുറത്തേക്ക് ഈ റെയ്ഡ് തടയാനോ അല്ലെങ്കിൽ അത്തരം നീക്കങ്ങളിലേക്കൊന്നും CPM കടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഏതായാലും ഈ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. എന്തൊക്കെയാണ് ഇതിൽ ലഭിക്കേണ്ട വിവരങ്ങൾ എന്ന കാര്യമാണ് അറിയേണ്ടത്. CPM നേതാക്കളുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കളുടെ ഉണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. CPM അപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധ്യതയുണ്ടോ എന്ന കാര്യത്തിലും ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ CPM-ന്റെ അടിയന്തര നേതൃയോഗമൊക്കെ ഒരു പക്ഷേ ചേർന്നേക്കാം. അത്തരം കാര്യങ്ങളിലൊന്നും ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. പരിശോധന 3 മണിക്കൂർ പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും അതിനിർണായകമായ വിവരം. 6 മണിക്ക് തുടങ്ങിയ പരിശോധനയാണ്. 12 ഇടങ്ങളിലാണ് ഇപ്പോൾ ED-യുടെ പരിശോധനകൾ തുടരുന്നത്. പിണറായിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ, കണ്ണൂരിലെ വീട്ടിലേക്കൊക്കെ നിരവധി പാർട്ടി പ്രവർത്തകർ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അവിടെ പോലീസിന്റെ സാന്നിധ്യം കാര്യമായി തന്നെ ഉണ്ട് എന്നുള്ളതാണ്. മുദ്രാവാക്യം വിളികളും മറ്റും കണ്ണൂരിലെ വീടിന് സമീപം മുഴങ്ങുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട്. CMRL എക്സാലോജിക് ഇടപാടുകളുമായി ബന്ധപ്പെട്ട 12 ഇടങ്ങളിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്. കൊച്ചി CMRL ഓഫീസ്, CMRL MD ശശിധരൻ കർത്തയുടെ വീട് എന്നിവിടങ്ങളിലും റെയ്ഡ് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അതിനൊപ്പമാണ് ബാംഗ്ലൂരിലെ എക്സാലോജിക്കിന്റെ ഓഫീസിലും സമാനമായ റെയ്ഡുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വസതിയിലും റെയ്ഡ് പുരോഗമിക്കുന്നുണ്ട്. കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട് അടച്ചിട്ട നിലയിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. അത് അവിടെ അകത്ത് പരിശോധനയുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും അതിശക്തമായ നടപടി CMRL കേസുമായി ബന്ധപ്പെട്ട്, എക്സാലോജി കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ED-യുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇന്നലെയാണ് ഈ വിഷയത്തിൽ കോടതിയുടെ ക്ലീൻ ചിറ്റ് ED-ക്ക് റെയ്ഡുമായി മുന്നോട്ട് പോകാം, പരിശോധനകൾ നടത്താം എന്ന തരത്തിലുള്ള തീരുമാനം കിട്ടിയത് ED-ക്ക് എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ നടപടികൾ. ആ സമയത്ത് കോടതി വിധി വന്ന സമയം മുതൽ തന്നെ ഏത് നിമിഷവും ഈ സംഭവം നടന്നേക്കാം എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വന്നിരുന്നു. അതനുസരിച്ച് നോക്കിയാൽ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ED 6 മണിയോടുകൂടി ഈ വീടുകൾ എത്തുകയും ഓഫീസുകളിൽ എത്തുകയും ഒരേ സമയത്ത് റെയ്ഡ് പരിശോധന നടപടികൾ ആരംഭിക്കുകയും ചെയ്യുന്നു. ഡാനി ഇപ്പോൾ വിവരങ്ങൾ പങ്കുവെക്കുന്നു. ഡാനി ഇപ്പോൾ പിണറായിയുടെ വീടുകളിൽ മാത്രമല്ല കൊച്ചിയിലൊക്കെയുള്ള ഓഫീസുകളിലും CMRL-മായി ബന്ധപ്പെട്ട ഓഫീസുകളിലും റെയ്ഡ് പുരോഗമിക്കുന്നു. ശശിധരൻ കർത്തായുടെ വീട്ടിലും റെയ്ഡ് ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഒരേ സമയത്ത് തന്നെയാണോ അവിടെയെല്ലാം ആരംഭിച്ചത് റെയ്ഡ്? രഞ്ജിത്ത്, ഒരേ സമയം തന്നെയാണ് പരിശോധന തുടങ്ങിയതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ CMRL ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള ഈ പരിശോധനകളുടെ ദൃശ്യങ്ങളിലാണ്. ഇതിപ്പോൾ ആലുവയിലുള്ള CMRL ഓഫീസിലാണ് ഇപ്പോൾ ഉള്ളത്. അതോടൊപ്പം തന്നെ ഈ CMRL-ന്റെ തന്നെ എലൂരുള്ള ഓഫീസ്, ഒപ്പം തന്നെ ഇവിടെ ഈ ഉടമസ്ഥരുടെ വസതി എന്നിവിടങ്ങളിലെല്ലാം, ശശിധരൻ കർത്തയുടെ വസതി എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഈ പരിശോധനകൾ തുടങ്ങിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ തുടങ്ങിയ പരിശോധനയാണ്. ED-യുടെ വിവിധ സംഘങ്ങളാണ് പരിശോധന നടത്തുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന CMRL-ന്റെ ആലുവയിലെ ഓഫീസിൽ 2 കാറുകളിലായി എത്തിയ സംഘം സുരക്ഷാ ഉദ്യോഗസ്ഥരോടൊപ്പമാണ് ഈ സംഘം എത്തിയത്. അവരുടെ നേതൃത്വത്തിലുള്ള പരിശോധന തുടരുകയാണ്. നേരത്തെ SFIO-യും അതോടൊപ്പം തന്നെ ഒരു വട്ടം ED-യും നേരത്തെ സമാനമായ രീതിയിലുള്ള പരിശോധനകൾ നടത്തിയിരുന്നു. അന്ന് ശശിധരൻ കർത്തയുടെ വസതിയിലാണ് കൂടുതൽ സമയം പരിശോധന നടത്തിയത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായതിന് അന്ന് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതടക്കമുള്ള കാര്യങ്ങൾ ED-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് വീട്ടിലേക്ക് എത്തിയാണ് അന്ന് ചോദ്യം ചെയ്യലും പരിശോധനകളും അടക്കം നടത്തിയത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ്, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉത്തരവുണ്ടാകുന്നതിന് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഈ ഉത്തരവ് വന്നതിന് ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ പരിശോധന തുടങ്ങിയിരിക്കുന്നു എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ വസ്തുത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.